Dubai Frame. Hello guys, welcome to a new video. Today we are visiting Dubai Frame. Dubai past, present, future എല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ കാണിക്കാൻ കഴിയുന്ന ഒരു നഗരമാണ് ദുബായ്. And exactly that was the Dubai Frame represent. അപ്പം ഞങ്ങൾ രാവിലെയല്ല യഥാർത്ഥത്തിൽ ഒരു ഉച്ചയായപ്പോഴത്തേനാണ് ദുബായ് ഫ്രെയിം കാണാൻ വന്നത്. ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അജ്മൽ പോയിരിക്കുന്നു. അങ്ങനെ അജ്മലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോഴേ കാണാം അതിനകത്തോട്ട് കയറാനുള്ള ക്യൂ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് നേരം വെളിയിൽ നിന്ന് ദുബായ് ഫ്രെയിം കണ്ടുകൊണ്ടിരിക്കുന്നു. ദുബായ് ഫ്രെയിം ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സബീൽ പാർക്ക്. ദുബായിലെ ഏറ്റവും പ്രശസ്തമായ ഒരു അട്രാക്ഷനിൽ ഒന്നാണ് ദുബായ് ഫ്രെയിം. ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 150 മീറ്റർ അതിന് ഉയരവും അതോടൊപ്പം തന്നെ 93 മീറ്റർ വീതിയുമാണുള്ളത്. രണ്ട് ടവർ കണക്ട് ചെയ്ത് ഒരു സ്കൈ ബ്രിഡ്ജ് പോലാണ് യഥാർത്ഥത്തിൽ ദുബായ് ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് എത്ര നമ്മൾ ദൂരത്തുനിന്ന് നോക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇറ്റ്സ് ലൈക്ക് എ ജയന്റ് പിക്ചർ ഫ്രെയിം. അതിൻ്റെ അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് നമുക്കറിയാൻ പറ്റും ഹൗ ബിഗ് ഇറ്റ് വാസ്. ഞങ്ങൾ ഇവിടുത്തെ ടിക്കറ്റ് ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. ഇറ്റ്സ് റിയലി അഫോർഡബിൾ. അഡൽറ്റിന് യഥാർത്ഥത്തിൽ 50 dirhams ആൻഡ് ഫോർ കിഡ്സ് ഇറ്റ് ഈസ് 20. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദാറ്റ് മീൻസ് ദുബായ് ഫ്രെയിമിനകത്ത് പോയി ദുബായ് ഫ്രെയിമിൻ്റെ നോർത്ത് സൈഡിൽ കാണുന്നു ഓൾ ദുബായ്. അതോടൊപ്പം തന്നെ ദുബായിയുടെ ചരിത്രവും പൈതൃകവും ആണ് ദാറ്റ് ഈസ് ഓൾ ദുബായ്. ഇനി അതിൻ്റെ സൗത്ത് സൈഡിൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ദുബായ് ആണ്. ദാറ്റ് ഈസ് സ്കൈ ലൈൻ, സ്കൈ ക്രൈപ്പേഴ്സ്, ഹൈവേസ്, ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡിങ്സ്. So one side it represents past and other side it represents future. But Dubai Frame is not just about views. And അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ, ദ ദുബായ് ഫ്രെയിം എക്സ്റ്റീരിയർ ഡിസൈൻ വാസ് ഇൻസ്പയർഡ് ബൈ എക്സ്പോ 2020 ലോഗോ ആണ്. ഇനി അതിനകത്തോട്ട് പോകുന്നതിനനുസരിച്ച് അതിനെ ടച്ച് ചെയ്യാൻ വേണ്ടി പോയാണ്. ഞങ്ങളങ്ങനെ ടച്ച് ചെയ്ത് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല മനോഹരമായൊരു ഗാർഡൻ കാണാം. ആൻഡ് അതോടൊപ്പം തന്നെ സൂര്യൻ വന്ന് അതിനകത്ത് ടച്ച് ചെയ്ത് ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് ഫീൽസ് സോ ഗുഡ്. ഞങ്ങളങ്ങനെ ഹാലബേബിയും കൊണ്ട് അകത്തോട്ട് പോയി. അകത്ത് there is a big queue really. ഞങ്ങളങ്ങനെ ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഹാലിൽ ഇറങ്ങി. ഞങ്ങളങ്ങനെ ഓൾമോസ്റ്റ് ക്യൂവിൻ്റെ എൻഡായി. ലിഫ്റ്റ് കയറി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അറൈവ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വിച്ച് സൈഡ് വി ഹാവ് ടു ഗോ അത് അവർ നല്ലപോലെ പറഞ്ഞാലും എക്സ്പ്ലോർ ഓൾ ദുബായ് ആണ് ആദ്യം കയറുന്നത്. ആൻഡ് ദർ ഈസ് എ പിക്ചർ ഓഫ് അവർ ഫാദർ ഓഫ് ദുബായ്, ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം. വൺസ് വി എൻ്റർ ഇൻസൈഡ് ഞങ്ങൾ യാത്ര തുടങ്ങിയ ദുബൈയുടെ പാസ്റ്റ് മുതലാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ആനിമേഷൻസ്, ഹോളോഗ്രാം, ട്രഡീഷണൽ മ്യൂസിക്, അതോടൊപ്പം തന്നെ ആരോമാറ്റിക് സെൻറ്റ് വരെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ദുബൈയുടെ ഒരു ചെറിയ മരുഭൂമി ഗ്രാമത്തിൽ നിന്ന് എങ്ങനെ ഒരു ലോക നഗരമായി മാറി എന്ന കഥ മനോഹരമായി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എടുത്തില്ല, കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഞങ്ങൾ മുകളിലേക്ക് പോയാണ്, സ്കൈ ഡെക്കിലേക്ക് പോയി. അവിടെ ഏറ്റവും ത്രില്ലിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്ലാസ് ബ്രിഡ്ജാണ്, വിച്ച് ഈസ് 50 മീറ്റർ. സ്പെഷ്യൽ ലിക്വിഡ് ക്രിസ്റ്റൽ ടെക്നോളജി ഉപയോഗിച്ചാണ് ആ ഗ്ലാസ് ഫ്ലോർ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ഒപ്പേക്കായിരിക്കും. വൺസ് വി സ്റ്റെപ്പ് ഇൻ ടു ഇറ്റ് വിൽ ബിക്കം സോ ട്രാൻസ്പെയറൻറ്റ്. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ യഥാർത്ഥത്തിൽ നമുക്ക് താഴോട്ട് 150 മീറ്റർ താഴെ ഗ്രൗണ്ട് കാണാൻ പറ്റും. ലിറ്ററലി ആകാശത്ത് നടക്കുന്നത് പോലെ തന്നെ ഫീൽ ആവും. ഹാർട്ട് പൗണ്ടിങ് ബട്ട് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് അൺഫോർഗറ്റബിൾ. ഇവിടെ പക്ഷേ എൻ്റെ ഹാലബേബി നല്ല ഉറക്കമായി പോയി, അതുകൊണ്ട് ഹാലയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങളതിന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വ്യൂ ആസ്വദിച്ച് ഞങ്ങൾ അടുത്ത ഫ്രം ഹിയർ വെൻ വി ക്യാൻ സീ ദ പിക്ചർ ഓഫ് ദ ഫാദർ ഓഫ് ദുബായ്. അവിടെ നിന്ന് നെക്സ്റ്റ് വി ആർ ലൈക്ക് വ്യൂ ആസ്വദിച്ച് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് കടന്നു. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് ഞങ്ങളടുത്തൊരു ഇമ്മൻസ് ടവറിലോട്ടാണ് പോകുന്നത്. ദുബൈ 2050 എങ്ങനെ ആയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സ്ക്രീനിലാക്കി വി ക്യാൻ സീ ഫ്ലൈയിങ് ടാക്സീസ്, അണ്ടർ വാട്ടർ ലിവിങ്, ദെൻ സ്പേസ് മിഷൻസ്, സയൻസ് ഫിക്ഷൻസ് പോലെ തോന്നിക്കുന്ന ദുബൈയിലെ ഫ്യൂച്ചർ വളരെ അടുത്താണെന്ന് നമുക്കറിയാം. if you enjoyed this video, please like, share and subscribe ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്തു നിങ്ങൾ ദുബായ് ഫ്രെയിം സന്ദർശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. and see you in a next video.